നമസ്കാരം. സാധാരണയായിട്ട് NDA പരീക്ഷകളിലും മറ്റ് UPSC SSC കോമ്പറ്റേറ്റീവ് എക്സാംസിലും ചോദിക്കുന്ന കെമിസ്ട്രിയിലെ ചില പ്രധാന പോയിൻ്റുകളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഇന്നത്തെ ടോപ്പിക്ക് വെള്ളത്തിന് വരുന്ന ഹാർഡ്നെസ് അല്ലെങ്കിൽ എയറിനും അതുപോലെ തന്നെ സോയിലിലും വരുന്ന കണ്ടാമിനേഷൻസ് അഥവാ പൊല്യൂഷൻസിനെ കുറിച്ചാണ്. അതിനുവേണ്ടി കെമിസ്ട്രിയിൽ ഒരു പ്രത്യേക ശാസ്ത്രശാഖ തന്നെ ഉണ്ട്. എൻവയൺമെൻ്റൽ കെമിസ്ട്രി എന്നാണ് നമ്മൾ ആ ശാസ്ത്രശാഖയെ വിളിക്കുന്നത്. ഇതിൽ ശരിക്ക് ഈ അന്തരീക്ഷത്തിൽ അഥവാ എൻവയൺമെൻറ്റിൽ നടക്കുന്ന കെമിക്കൽ ഫിനോമിനൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ എൻവയൺമെൻ്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ പ്രകൃതിയിൽ നടക്കുന്ന ചില പ്രകൃതിക്ക് ദോഷകരമായ അൺഡിസൈറബിളായിട്ടുള്ള ചില ചേഞ്ചുകളാണ്. അതായത് പ്രകൃതിയിൽ നടക്കുന്ന ചില ചേഞ്ചുകൾ, ആ ചേഞ്ചുകൾ പ്രകൃതിക്ക് തന്നെ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് തന്നെ ദോഷമായിട്ട് വരും. ആ പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ അത് അൺഡിസൈറബിളായിട്ടുള്ള ചേഞ്ചസ് ആണെങ്കിലാണത് എൻവയൺമെൻറ്റിന് ദോഷമായിട്ട് വരുന്നത്. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ എൻവയൺമെൻ്റൽ കെമിസ്ട്രിയിൽ പ്രതിപാദിക്കുന്നത്. അത് എൻവയൺമെൻറ്റിനെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് വേണം നമുക്ക് ഈ എൻവയൺമെൻ്റൽ കെമിസ്ട്രി പഠിക്കാൻ. ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് എൻവയൺമെൻ്റൽ പൊല്യൂട്ടൻസിനെ കുറിച്ചാണ്. അതായത് രണ്ട് തരത്തിലുള്ള പൊല്യൂട്ടൻസാണ് എൻവയൺമെൻറ്റിൽ ഉള്ളത്. ഒന്ന് പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയും. അതായത് ചില ഗ്യാസുകൾ, ഇപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് മുതലായ ഗ്യാസുകൾ നേരെ തന്നെ ഫോം ചെയ്ത ശേഷം എൻവയൺമെൻറ്റിൽ നിന്നിട്ട് അതിനെ പൊല്യൂട്ട് ചെയ്യും. ഇനി വേറൊരു വിഭാഗമുണ്ട്, അതിനെ നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രൈമറി പൊല്യൂട്ടൻസ് തമ്മിൽ കമ്പൈൻ ചെയ്ത ശേഷം ഉണ്ടാകുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പാൻ എന്നറിയപ്പെടുന്ന പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്സ് ആണ്. ഇത് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള എൻവയൺമെൻറ്റ് പൊല്യൂട്ടൻസ് ആണ് ഉള്ളത്. ഇനി അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ അറ്റ്മോസ്ഫിയറിലെ ഈ ട്രോപ്പോസ്ഫിയറിലും സ്ട്രാറ്റോസ്ഫിയറിലും നടക്കുന്ന പൊല്യൂഷൻസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ ഉള്ളത്. ഈ ഓസോൺ ലെയർ സൂര്യനിൽ നിന്ന് വരുന്ന UV റേസിൻ്റെ 99.5%നെയും തടഞ്ഞു നിർത്തുകയും ഭൂമിയിലുള്ള പ്ലാന്റുകൾക്കും ആനിമൽസും ദോഷം വരാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ നടക്കുമ്പോൾ ഈ ഓസോൺ ലെയറിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഭൂമിയിലെ പരിസ്ഥിതിയെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എയർ പൊല്യൂഷനെ കുറിച്ച് തന്നെയാണ് പറയേണ്ടത്. കാരണം അറ്റ്മോസ്ഫിയറിലുള്ളത് എയറാണ്. ഈ എയർ പൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷൻ തന്നെയാണ്. കാരണം ട്രോപ്പോസ്ഫിയറിൽ നടക്കുന്ന പൊല്യൂഷനാണ് എയറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ മേജർ ഗ്യാസസ് നിൽക്കുന്ന ഈ ട്രോപ്പോസ്ഫിയറിൽ നടക്കുന്ന പൊല്യൂഷൻ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ്റെ ഒന്നാം ഘട്ടമാണ്. അതുപോലെ ഈ സൾഫർ, നൈട്രജൻ, കാർബൺ, പിന്നെ അതിൻ്റെ ഓക്സൈഡുകൾ, ഹൈഡ്രജൻ സൾഫൈഡ്, അതുപോലെ മീഥൈൻ പോലെയുള്ള ഹൈഡ്രോ കാർബൺസ്, ഓസോൺ, പിന്നെ മറ്റ് ഓക്സിഡൻസ്, ഇവയൊക്കെയാണ് സാധാരണ ഈ ഗേഷ്യസ് എയർ പൊല്യൂട്ടൻസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതുകൂടാതെ തന്നെ പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസും ഉണ്ട് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത്. പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പുക, സ്മോക്ക്,
അതുപോലെ സ്മോഗ്, മിസ്റ്റ്, ഫ്യൂംസ്, ഡസ്റ്റ്, ഇതെല്ലാം പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ എയറിനെ മലിനമാക്കുന്ന പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാന ഘടകങ്ങൾ ഗേഷ്യസ് പൊല്യൂട്ടൻസ് തന്നെയാണ്. അതുപോലെ തന്നെ പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസും ഈ അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ചില ഈ എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞത് കാർബൺ മോണോക്സൈഡ്, അതുപോലെ ഹൈഡ്രോ കാർബൺസ്, നൈട്രജൻ ഓക്സൈഡ്, പിന്നെ സൾഫർ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം ഏറ്റവും കൂടുതൽ നമ്മുടെ എയറിനെ മലിനം ആക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പോയ്സണസ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് ശരിക്ക് കാർബണിൻ്റെ കമ്പഷൻ മൂലമാണ്, കാർബൺ കത്തുന്നത് മൂലമാണ്. പക്ഷേ കാർബൺ പൂർണ്ണമായിട്ട് കത്താതിരിക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്നത്. കാർബൺ പൂർണ്ണമായിട്ട് കത്തിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അത് ശരിക്കും നമ്മുടെ എൻവയൺമെൻറ്റിന് ഹാംഫുൾ ആണ് എങ്കിൽ പോലും കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്നത്ര അപകടം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കളർലെസ്, ഓഡർലെസ്, മണവും നിറവും ഒന്നുമില്ലാത്ത ഒരു ഗ്യാസാണ്. ഇത് ശരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുറന്തള്ളപ്പെടുന്നത് ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ആയിട്ടാണ്. അതായത് ചില വാഹനങ്ങളുടെ എൻജിനൊക്കെ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കും. അതായത് പൂർണ്ണമായിട്ട് കത്താത്ത ഇതിൻ്റെ വേസ്റ്റ് പുറന്തള്ളപ്പെടും. പൂർണ്ണമായിട്ട് കത്തിയാൽ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കൺവേർട്ട് ആയിക്കോളും. അങ്ങനെ അപൂർണമായി കത്തി പുറത്തു വരുന്ന ആ മാലിന്യമാണ് കാർബൺ മോണോക്സൈഡ്. അതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്. അതുപോലെ തന്നെ നമ്മൾ കോളും അതുപോലെ തടി കഷ്ണങ്ങളും ഇതൊക്കെ കത്തിക്കുമ്പോഴും കാർബൺ മോണോക്സൈഡ് പുറത്ത് വരാറുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നത് ചില പൊല്യൂട്ടൻസിൻ്റെ സാന്നിധ്യം മൂലമാണ്. പ്രത്യേകിച്ച് ഈ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, അതുപോലെ തന്നെ ഈ CFC എന്നറിയപ്പെടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ട്. ഇവ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പ്, ഇതെല്ലാം മൂലം ആണ് ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നത്. കാരണം ഇവ എപ്പോഴും എന്താണ് ചെയ്യുന്നതെന്നറിയോ? ഇവ പലപ്പോഴും അന്തരീക്ഷത്തിൽ നിന്ന് എനർജിയെ, സൂര്യൻ്റെ ഇൻഫ്രാറെഡ് വികിരണങ്ങളെ അബ്സോർബ് ചെയ്തിട്ട് റേഡിയൻ്റ് എനർജി പുറപ്പെടുവിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ചുമാണ്. അന്തരീക്ഷത്തിൽ കാണുന്ന കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ കോമ്പൗണ്ട്സ്, അതിനെയാണ് നമ്മൾ CFC എന്ന് പറയുന്നത്. ഇവയെല്ലാം അന്തരീക്ഷത്തിനെ എപ്പോഴും ചൂടാക്കുന്ന പൊല്യൂട്ടൻസാണ്. കാരണം ഇവ ഇൻഫ്രാറെഡ് വികിരണങ്ങളെ അബ്സോർബ് ചെയ്തിട്ട് റേഡിയൻ്റ് എനർജികളായിട്ട് പുറത്ത് വിട്ടിട്ട് അന്തരീക്ഷത്തെ ചൂടാക്കും. അപ്പോൾ ഇങ്ങനെ അന്തരീക്ഷം ചൂടാകുന്നത് കൊണ്ട് മൊത്തത്തിൽ നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് ഈ ഘടകങ്ങളുടെ ഇൻക്രീസാണ് അറ്റ്മോസ്ഫിയറിൽ. ആവശ്യത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം നമുക്ക് അന്തരീക്ഷത്തിൽ ആവശ്യമാണെങ്കിലും ക്രമാതീതമായി അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് എന്ന പ്രതിഭാസം ഉണ്ടാകുകയും അത് പരിസ്ഥിതിയെ, എൻവയൺമെൻറ്റിനെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവയെയൊക്കെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയാറുണ്ട്. ഇപ്പം മീഥൈൻ ആണെങ്കിലും നൈട്രസ് ഓക്സൈഡ് ആണെങ്കിലും CFCs ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ഇവയെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഗ്ലോബൽ വാർമിങ്ങിന് ഇവ കാരണമാകുന്നു എന്നുള്ളതാണ്.